ഹായ് ഡിയർ ഫ്രണ്ട്സ്, കാരക്ക ടോക്സിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. +1 ആദ്യ യൂണിറ്റാണ് നമ്മൾ എടുക്കുന്നത്. ആദ്യ യൂണിറ്റിലെ രണ്ടാമത്തെ പാസേജ് മുതൽ നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മൾ ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്ന് പറയുന്ന ഹെലൻ കെല്ലറുടെ സ്റ്റോറിയാണ് നമ്മൾ പഠിച്ചു തുടങ്ങിയത്. അതാണ് നമ്മൾ ആദ്യത്തെ യൂണിറ്റിലെ ഫസ്റ്റ് ലെസൺ അല്ലേ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 2 പാസേജ് വരെ എടുത്തിട്ടുണ്ട്. ആ ക്ലാസ് കാണാത്തവർ അത് ലിങ്ക് കയറി ഫസ്റ്റ് ക്ലാസ് കാണണം. അതുപോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്ന് പറയുന്നത് ഹെലൻ കെല്ലറുടെ എന്താണ് ഓട്ടോബയോഗ്രഫിയാണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഓട്ടോബയോഗ്രഫി എന്താണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി അല്ലേ. ഒരു വ്യക്തി അവരുടെ ലൈഫിനെ കുറിച്ച് എഴുതുന്നതാണെന്ത് ഓട്ടോബയോഗ്രഫി എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ മനസ്സിലാക്കിയത് എന്തൊക്കെയായിരുന്നു? ചൈൽഡ്ഹുഡിനെ കുറിച്ചും അത് ഹെലൻ കെല്ലറുടെ എന്തായിരുന്നു ഒരു മിസ്റ്റ് പോലെ മനസ്സിൽ എന്താണ് ഒരു മഞ്ഞു മൂടി നിൽക്കുന്ന പോലെയുള്ള ഒരു അവസ്ഥയിലാണ് ഓർമ്മകളെല്ലാം എന്നൊക്കെയാണ് ഫസ്റ്റ് പാസേജിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? മുന്നത്തെ അതായത് ചൈൽഡ്ഹുഡിലെ എക്സ്പീരിയൻസ്, ചില എന്താ പറയുക ചില ഓർമ്മകൾ പലപ്പോഴും എന്ത് ചെയ്യുന്നത് കൃത്യമായിട്ട് കിട്ടാത്ത പലതും എന്താണ് മറച്ചു വെക്കപ്പെട്ടിരിക്കുന്നത് പോലെയൊക്കെ ആയിട്ട് തോന്നിയത് കാര്യങ്ങളൊക്കെ നമ്മൾ 2 പാസേജിൽ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ. അപ്പം ഇനി നമ്മൾ അടുത്ത പാസേജിൽ ഇനി പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് ഭാഗം എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ ജസ്റ്റ് ഫസ്റ്റ് ക്ലാസ് ഒന്ന് കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പാസേജ് തുടങ്ങാം. ഐ വാസ് എന്ന് തുടങ്ങുന്ന പാസേജാണ് ഞാൻ ഇന്ന് എടുക്കുന്നത്. നോക്കാം, ഞാൻ വായിക്കാം. ഐ വാസ് ബോൺ ഓൺ June 27, 1880 in Tuscumbia, a little town of northern Alabama. The family on my father's side is descended from Caspar Keller, a native of Switzerland who settled in Maryland. My father, Arthur H. Keller, was a captain in the Confederate Army, and my mother, Kate Adams, was his second wife and many years younger. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹെലൻ കെല്ലറുടെ ഫാമിലിയെ കുറിച്ചാണ്. ഹെലൻ കെല്ലറുടെ ഫാമിലിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു, എങ്ങനെയായിരുന്നു ഫാമിലി എന്നൊക്കെയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നോക്കൂ. ഐ വാസ് ബോൺ ഓൺ June 27. എന്ന് പറയുന്ന ആരാണ് ഇവിടെ? ഹെലൻ കെല്ലറാണ് അല്ലേ. അപ്പോൾ ഹെലൻ കെല്ലർ എന്താണ് ജനിച്ചത് June 27, 1880. എവിടെ ജനിച്ചിട്ടുണ്ടായിരുന്നത്? ടസ്കംബിയ എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചത്. എ ലിറ്റിൽ ടൗൺ എന്ന് പറഞ്ഞാൽ എന്താ? ചെറിയ ടൗൺ അല്ലേ. ആ ടൗൺ എവിടെയാണത്? നോർത്തേൺ അലബാമയിലെ ചെറിയ ടൗണിലാണ് ആര് ജനിച്ചിട്ടുണ്ടായിരുന്നത്? ഹെലൻ കെല്ലർ. ഓക്കെ, ഇനി എന്താ പറയുന്നത്? അടുത്ത പാസേജിൽ തുടങ്ങുന്നു. നോക്കൂ. ദ ഫാമിലി ഓൺ മൈ ഫാദേഴ്സ് സൈഡ് ഈസ് ഡിസെൻഡഡ് ഫ്രം കാസ്പർ കെല്ലർ. ഫാമിലിയുടെ അച്ഛൻ്റെ ഫാമിലിയെ കുറിച്ചാണ് പറയുന്നത്. കാസ്പർ കെല്ലർ എന്ന് പറയുന്ന ഫാമിലിയിൽ നിന്നാണ് അവരുടെ എന്താണ് അച്ഛൻ്റെ ജനനം, അല്ലെങ്കിൽ അച്ഛൻ ജനിച്ചു വളർന്നത് ആ ഒരു ഫാമിലിയിലാണ്. അതെവിടെയാണ്? എ നേറ്റീവ് ഓഫ് സ്വിറ്റ്സർലൻഡിലാണ്. ഹു സെറ്റിൽഡ് ഇൻ മാരിലാൻഡ്. അപ്പോൾ അച്ഛൻ്റെ പാരൻസ് അല്ലെങ്കിൽ അവരുടെ ഫാമിലി എന്ന് പറയുന്നത് എവിടെയായിരുന്നു? സ്വിറ്റ്സർലൻഡിൽ. അതുപോലെ തന്നെ അവർ താമസിച്ചിരുന്നത് മാരിലാൻഡ് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. ഓക്കെ, അടുത്തത് നോക്കൂ. മൈ ഫാദർ, ഇനി അച്ഛനെ കുറിച്ചാണ് പറയുന്നത്. മൈ ഫാദർ ആർതർ എച്ച് കെല്ലർ വാസ് എ ക്യാപ്റ്റൻ ടു ദ കോൺഫെഡറേറ്റ് ആർമി. അച്ഛൻ ആർതർ എച്ച് കെല്ലർ എന്നാണ് ഹെലൻ കെല്ലറുടെ അച്ഛൻ്റെ പേര്. എവിടെയാണ് ജോലി ചെയ്തിരുന്നത്? എന്ത് ക്യാപ്റ്റനായിട്ടാണ് ജോലി ചെയ്തിരുന്നത് പറയുന്നത്? കോൺഫെഡറേറ്റ് ആർമിയിൽ ക്യാപ്റ്റനായിട്ടാണ് ജോലി ചെയ്തിരുന്നത്. ആൻഡ് മൈ മദർ, ഇനി അമ്മയെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? കെയ്റ്റ് ആദംസ് എന്നാണ് ഹെലൻ കെല്ലറുടെ അമ്മയുടെ പേര്. വാസ് ഹിസ് സെക്കൻഡ് വൈഫ് ആൻഡ് മെനി ഇയേഴ്സ് യങ്ങർ. മാത്രമല്ല എന്താണ്? രണ്ടാം ഭാര്യയാണ്. ഈ ആർതർ എച്ച് കെല്ലറുടെ രണ്ടാം ഭാര്യയായി ആണ് ആരുടെ അമ്മ? ഹെലൻ കെല്ലറുടെ അമ്മ. അമ്മയുടെ പേരെന്താണ്? കെയ്റ്റ് ആദംസ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ ഫാമിലിയെ കുറിച്ച് പറഞ്ഞു, എവിടെ ജനിച്ചു എന്ന് പറഞ്ഞു. June 27, 1880 ടസ്കംബി എന്ന് പറയുന്ന നോർത്ത് അലബാമയിൽ ജനിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഏത് ഫാമിലിയിലാണ് വരുന്നത്? കാസ്പർ കെല്ലർ ഫാമിലിയിൽ നിന്നാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അച്ഛനെ കുറിച്ച് പറഞ്ഞു, അച്ഛൻ്റെ പേരെന്താണ്? ആർതർ എച്ച് കെല്ലർ. അതുപോലെ അമ്മയുടെ പേര് കെയ്റ്റ് ആദംസ്. ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട്
ഓർമ്മിച്ച് വെക്കണം. ആ ഭാഗങ്ങളെല്ലാം അണ്ടർലൈൻ ചെയ്ത് മനസ്സിലാക്കി വയ്ക്കുക. അടുത്ത പേജ് നോക്കാം. I lived up to the time of the illness that deprived me of my sight and hearing in a tiny house consisting of a large square room and a small one in which the servant slept. It is a custom in the south to build a small house near the homestead as an annex to be used on occasions. Such a house my father built after the Civil War, and when he married my mother, they went to live in it. It was completely covered with vines, climbing roses and honeysuckles. From the garden, it looked like an arbor. The little porch was hidden from view by a screen of yellow roses and southern smilax. It was the favorite hunt of hummingbirds and bees. ഓക്കെ, ഈ പാസേജിൽ എന്താ പറയുന്നത്? ഇപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ പേരൊക്കെ പറഞ്ഞു. ഇനി ഐ ലിവ്ഡ്, ആരാണ് ഇവിടെ ഐ എന്ന് പറയുന്നത്? ആരാണ്? ഹെലൻ കെല്ലറാണ്. ഓക്കെ, up to the time of illness that deprived me of my sight and hearing. അപ്പോൾ സൈറ്റും കാഴ്ചയും അതുപോലെ തന്നെ എന്താണ് സ്മെല്ലിങ്, അതുപോലെ തന്നെ കേൾവി, ഇതൊന്നും ഇല്ലാത്തൊരവസ്ഥയായിരുന്നല്ലോ ആർക്കുണ്ടായിരുന്ന ഹെലൻ കെല്ലർക്ക്. അപ്പോൾ ആ ഒരു ടൈം വരെ അതെല്ലാം അങ്ങനെ ഓരോന്നായി നഷ്ടപ്പെടുന്ന ടൈം വരെ എവിടെ ജീവിച്ച കാര്യമാണ് പറയുന്നത്? ഐ ലിവ്ഡ് അപ് ടു ദ ടൈം ഓഫ് ഇൽനെസ്. അസുഖം വരുന്ന, ഇൽനെസ് പറഞ്ഞാൽ എന്താണ്? അസുഖം. ദാറ്റ് ഡിപ്രൈവ്ഡ് മീ ഓഫ് സൈറ്റ് ആൻഡ് ഹിയറിങ്. കാഴ്ചയും അതുപോലെ തന്നെ കേൾവിയും നഷ്ടപ്പെടുന്ന ആ സമയം വരെ, അല്ലെങ്കിൽ ആ അസുഖം വരുന്നത് വരെ ഇതുവരെയാണ്. അപ്പം എന്താണ് ഇതുവരെ, അല്ലെങ്കിൽ അവിടെ എവിടെ താമസിച്ചെന്ന് പറയുന്നത്? ഇൻ എ ടൈനി ഹൗസ്. ടൈനി പറഞ്ഞാൽ ചെറിയത് കേട്ടോ, ചെറിയ വീട്ടിലാണ് താമസിച്ചത്. ചെറിയ വീട് കൺസിസ്റ്റിംഗ് ഓഫ് എ ലാർജ് സ്ക്വയർ റൂം. അവിടെ വലിയൊരു എന്തുണ്ടായിരുന്നു? വലിയ റൂമുണ്ട്, വലിയ ഒരു സ്ക്വയർ റൂം. സ്ക്വയർ പറഞ്ഞാൽ എന്താണ്? ചതുരാകൃതിയിലുള്ള റൂം ഉണ്ടായിരുന്നു. ആൻഡ് എ സ്മാൾ വൺ, അതുപോലെ തന്നെ എന്താ പറയുന്നത്? ചെറിയ ഒരു റൂം ഉണ്ടായിരുന്നു. ഇൻ വിച്ച് ദ സെർവൻറ്റ് സ്ലെപ്റ്റ്. ആ ചെറിയ റൂമിലാണ് ആര് താമസിച്ചിരുന്നത്? സെർവൻറ്റ്, വേലക്കാരൻ അല്ലെങ്കിൽ വേലക്കാരി താമസിച്ചിരുന്നത്. ഇറ്റ് ഈസ് എ കസ്റ്റം ഇൻ ദ സൗത്ത് ടു ബിൽഡ് എ സ്മാൾ ഹൗസ് നിയർ ദ ഹോംസ്റ്റെഡ്. ഇറ്റ് ഈസ് എ കസ്റ്റം. കസ്റ്റം എന്ന് പറഞ്ഞാൽ ആചാരം, അല്ലെങ്കിൽ ആ ഒരു എല്ലാവരും തുടർന്നു പോകുന്ന ഒരു രീതിയാണ്. എന്താണത്? ടു ദ കസ്റ്റം ടു ദ സൗത്തേൺ പാർട്ടിൽ, അല്ലെങ്കിൽ ആ ഭാഗത്ത് എന്താണ്? ടു ബിൽഡ് എ സ്മാൾ ഹൗസ്, ഒരു ചെറിയ വീട് ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ മറ്റൊരു വീട് ഉണ്ടാക്കുക എന്നുള്ളത് അവിടെ ഉള്ള ആളുകളുടെ ഒരു ചെറിയ അല്ലെങ്കിൽ ഒരു കസ്റ്റമായിരുന്നു, അതൊരു രീതിയായിരുന്നു. ദ ഹോംസ്റ്റെഡ് ആസ് എ അനക്സ് ടു ബി യൂസ്ഡ് ഓൺ ഒക്കേഷൻസ്. ഹോംസ്റ്റെഡ് എന്ന് ഉദ്ദേശിക്കുന്നത് പുറത്തുണ്ടാക്കുന്ന ഒരു വീടും അതിനുശേഷം മറ്റൊരു വീടും തൊട്ടടുത്ത് തന്നെ എന്ത് ചെയ്യുക, ഉണ്ടാക്കി താൽക്കാലികമായിട്ടൊക്കെ ഉണ്ടാക്കുന്ന ഒരു വീടാണ് ഹോംസ്റ്റെഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ വീടും അത്തരത്തിൽ വീടുകൾ ഉണ്ടാക്കുക എന്നുള്ളത് അവിടുത്തെ ആളുകളുടെ ഒരു ചെറിയ, അല്ലെങ്കിൽ എന്താണ്, തുടർന്നു പോന്നിരുന്ന ഒരു രീതിയായിരുന്നു. ആ വീട്ടിൽ എങ്ങനെയാണെന്ന് പറയുന്നത്? സച്ച് എ ഹൗസ് മൈ ഫാദർ ബിൽഡ് ആഫ്റ്റർ ദി സിവിൽ വാർ. അപ്പോൾ ആ ചെറിയ വീട്, ഒരു വീടുണ്ട്, ഹെലൻ കെല്ലർ താമസിക്കുന്ന വീടുണ്ട്, അതുപോലെ തന്നെ മറ്റൊരു വീടുണ്ട്. അപ്പോൾ ആ വീട് ഹെലൻ കെല്ലറുടെ അച്ഛൻ സിവിൽ വാർ സമയത്ത്, സിവിൽ വാർ എന്ന് പറയുന്നത് എന്താണ്? യുദ്ധം അല്ലേ? ആ അവിടുത്തെ ആഭ്യന്തരമായിട്ട് നടക്കുന്ന ഈ യുദ്ധങ്ങളിൽ സമയത്തൊക്കെ, അല്ലെങ്കിൽ ആ ഒരു കാലയളവിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ആൻഡ് വെൻ ഹി മാരീഡ് മൈ മദർ, പിന്നെ എപ്പോഴാണ് അമ്മയെ വിവാഹം കഴിച്ച സമയത്ത് എന്ത് ചെയ്തു? ദേ വെന്റ് ടു ലിവ് ഇൻ ഇറ്റ്. പിന്നീട് ആ വീട്ടിലാണ് ആര് താമസിച്ചിരുന്നത്? ഹെലൻ കെല്ലറുടെ അച്ഛനും അതുപോലെ തന്നെ അമ്മയും താമസിച്ചിരുന്നത് ആ തൊട്ടടുത്തുള്ള മറ്റൊരു വീട്ടിൽ. ഓക്കെ, ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി കവേർഡ് വിത്ത് വൈൻസ്. അവിടെ എങ്ങനെയെന്ന് പറയുന്നത്? അവിടെ മുഴുവനായിട്ടും വൈൻ, എന്താണ്, മുന്തിരിച്ചെടികൾ വളർന്നിട്ടുണ്ടായിരുന്നു. ക്ലൈംബിംഗ് റോസസ്, അങ്ങനെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പടർന്ന വള്ളികളെ പോലെയുള്ള റോസാ പൂക്കളും അതുപോലെ റോസാ ചെടികളും അവിടെ ഉണ്ടായിരുന്നു. ആൻഡ് ഹണി സക്കിൾസ് പറഞ്ഞാൽ തേൻ കുടിക്കാവുന്ന, അല്ലെങ്കിൽ അത്രയും നല്ല മാധുര്യമുള്ള പൂക്കളും നിറഞ്ഞു നിന്നിരുന്ന വളരെ ഭംഗിയുള്ള ഒരു സ്ഥലമായിരുന്നു അത്. ഇനി എന്താ നോക്കൂ, ഫ്രം ദ ഗാർഡൻ ഇറ്റ് ലുക്ക്ഡ് ലൈക്ക് എൻ ആർബർ. ഇത് ഗാർഡനിൽ അല്ലെങ്കിൽ പൂന്തോട്ടം കണ്ടു കഴിഞ്ഞാൽ ഈ പൂന്തോട്ടം എങ്ങനെ പറയുന്ന ഒരു ആർബർ, ഒരു ഏതൻ തോട്ടം പോലെ, ഒരു മനോഹരമായ ഏതൻ തോട്ടത്തെ പോലെ തോന്നിച്ചിരുന്നു.
ദി ലിറ്റിൽ പോർച്ച് വാസ് ഹിഡൻ ഫ്രം വ്യൂ ബൈ എ സ്ക്രീൻ ഓഫ് യെല്ലോ റോസസ്. അപ്പോൾ പോർച്ച് എന്ന് പറയാറ് വീടിൻ്റെ തൊട്ടടുത്തുള്ള നമ്മളൊക്കെ വീടുകളിൽ എന്താണ് കാർ നിർത്താനും അതുപോലെ തന്നെ വാഹനങ്ങൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ സൗകര്യങ്ങൾക്ക് വേണ്ടിയാണ് പോർച്ച് ഉണ്ടാക്കുന്നത്. അത്തരം ഏരിയ, ആ ഏരിയ എങ്ങനെ പറയുന്നത് വാസ് ഹിഡൻ ഫ്രം വ്യൂ. അത് ഹിഡൻ എന്ന് പറഞ്ഞാൽ മറക്കപ്പെടുക, അതായത് കാഴ്ചയിൽ പെട്ടെന്ന് കാണില്ലായിരുന്നു എന്ന് പറയുന്നത്. ബൈ എ സ്ക്രീൻ ഓഫ് യെല്ലോ റോസ്, കാരണം അവിടെ മറയാൻ കാരണം അവിടെ ഒരുപാട് റോസാപ്പൂക്കൾ, മഞ്ഞ നിറത്തിലുള്ള റോസാപ്പൂക്കളും അതുപോലെ തന്നെ സ്മൈലാക്സ് എന്നൊക്കെ പറയുന്നത് വയലറ്റ് കളറിലുള്ള ഒരു നല്ല ഭംഗിയുള്ള ഒരു യൂറോപ്യൻ അല്ലെങ്കിൽ മറ്റൊരു ഒരു പൂക്കളാണ് അല്ലെങ്കിൽ ചെടിയാണ് ഇത് സ്മൈലാക്സ്. അപ്പോൾ അത് നിറഞ്ഞു നിന്നുകൊണ്ട് ആ പോർച്ച് എന്ത് ചെയ്തിരുന്നു, കാണാൻ പറ്റിയിരുന്നില്ല എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ദ ഫേവറിറ്റ് ഹണ്ട് ഓഫ് ഹമ്മിങ് ബേർഡ്സ്. അവിടെ എന്താണ് ഹമ്മിങ് ബേർഡ്സ്, ഈ കുരുവികൾക്ക്, അതുപോലെ തന്നെ ഇങ്ങനെ ചെറിയ ചെറിയ കുരുവികൾ, തേൻ കുടിക്കാൻ വരുന്ന കുരുവികൾക്ക് വളരെ ഇഷ്ടപ്പെട്ട, ഹണ്ട് എന്ന് ഉദ്ദേശിക്കുന്ന വേട്ട, പക്ഷേ ഇവിടെ അങ്ങനെ ഉദ്ദേശിക്കുന്ന ഏറ്റവും കൂടുതൽ കുരുവികളും പക്ഷികളും ഒക്കെ അവിടെ വന്നിരുന്ന സ്ഥലമായിരുന്നു. ആൻഡ് ബീസ് പറഞ്ഞാൽ എന്താ, തേനീച്ചകൾ. അപ്പോൾ തേനീച്ചകളും കുരുവികളും ഒക്കെ വന്നിരുന്ന വളരെ മനോഹരമായ ഒരു വീടായിരുന്നു. ആ വീട് ഏതൻ തോട്ടത്തെ പോലെയാണ് ആർക്ക് തോന്നിയിരുന്നത്, ഹെലൻ കെല്ലർക്ക് തോന്നിയിരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ആ പാസേജിൽ വരുന്നത്. നിങ്ങൾക്കത് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ അതൊന്ന് വായിച്ചു നോക്കിയിട്ട് ഒന്നും കൂടെ ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, അപ്പോൾ അതുവരെയുള്ള ഭാഗം മനസ്സിലായല്ലോ. ഒരു ചെറിയ പാസേജ് കൂടെ നോക്കാം. ദ കെല്ലർ ഹോംസ്റ്റെഡ് വെയർ ദ ഫാമിലി ലിവ്ഡ് was a few steps from our little rose bower. It was called Ivy Green because the house and the surrounding trees and fence were covered with beautiful English ivy. Its old-fashioned garden was the paradise of my childhood. അപ്പോൾ ഇപ്പം ഇതുവരെ പറഞ്ഞ കാര്യം എന്തായിരുന്നു, ആ വീട് ഒരു എന്താണ് ഏതൻ തോട്ടത്തെ പോലെ പൂക്കളും ചെടികളും കുരുവികളും പക്ഷികളൊക്കെ വന്ന് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് പറഞ്ഞത്. ഇനി പറയുന്നത് എന്താണ്, ആ ഹോംസ്റ്റെഡിനെ കുറിച്ചാണ് പറയുന്നത്. ദ കെല്ലർ ഹോംസ്റ്റെഡ്, കെല്ലർ താമസിച്ചിരുന്ന അല്ലെങ്കിൽ ആ ഹോംസ്റ്റെഡ് എങ്ങനെയായിരുന്നു, ദ ഫാമിലി ലീവ്ഡ്, അവരുടെ കുടുംബം ജീവിച്ചിരുന്ന ആ സ്ഥലം വാസ് എ ഫ്യൂ സ്റ്റെപ്സ് ഫ്രം അവർ ലിറ്റിൽ റോസ് ബവർ. അത് ആ റോസ് ബവർ എന്ന് പറയുന്ന ഈ പൂക്കളൊക്കെ ഉണ്ടാകുന്ന റോസാ പൂക്കൾ ഉണ്ടാകുന്ന ആ ഒരു തോട്ടത്തിന് തൊട്ടപ്പുറത്ത് കുറച്ചടുത്താണ് ഉണ്ടായിരുന്നത് പറയുന്നത്. ഫ്രം ലിറ്റിൽ സ്റ്റെപ്സ്, അതായത് കുറച്ച് ഫ്യൂ സ്റ്റെപ്സ് പറഞ്ഞാൽ കുറച്ച് അടി അല്ലെങ്കിൽ കുറച്ച് ദൂരത്തെ ആയിരുന്നു ഇത് ഉണ്ടായിരുന്നത്. ഇറ്റ് വാസ് കോൾഡ് ഐവി ഗ്രീൻ. അതിനെ വിളിച്ചിരുന്നത് എന്തായിരുന്നു, ഐവി ഗ്രീൻ എന്നാണ് വിളിച്ചിരുന്നത്. ബിക്കോസ് ദ ഹൗസ് ആൻഡ് സറൗണ്ടിങ് ട്രീസ് ആൻഡ് ഫെൻസസ് വർ കവേർഡ് വിത്ത് ബ്യൂട്ടിഫുൾ ഇംഗ്ലീഷ് ഐവി. അങ്ങനെ ഐവി ഗ്രീൻ എന്ന ഭാഗത്തെ വിളിക്കാൻ കാരണം അവിടെ നിറയെ എന്തായിരുന്നു, മനോഹരമായ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എന്തുണ്ടെന്ന് പറയുന്നത്, ഇംഗ്ലീഷ് ഐവി എന്ന് പറയുന്ന ചെടിയാണ്, അറിയുണ്ടാവും. അപ്പോൾ ആ ഐവി ചെടിയും അതുപോലെ തന്നെ ആ ഒരു അന്തരീക്ഷവും ആ ഭാഗത്തെ എങ്ങനെ വിളിക്കാൻ കാരണമായി, ഐവി ഗ്രീൻ എന്ന് വിളിക്കാൻ കാരണമായി. ഇറ്റ്സ് ഓൾഡ് ഫാഷൻഡ് ഗാർഡൻ വാസ് ദ പാരഡൈസ് ഓഫ് മൈ ചൈൽഡ്ഹുഡ്. അപ്പോൾ ഈ ഒരു വളരെ എന്താ ഓൾഡ് ഫാഷൻ എന്ന് പറഞ്ഞ ഉദ്ദേശം എന്താ, വളരെ പൗരാണികമായ വളരെ ഓൾഡ് ആയിട്ടുള്ളൊരു ഫാഷനാണ്. വളരെ മനോഹരമാണത്. പക്ഷെ അത് എന്താണ് പറയുന്നത്, വാസ് ദ പാരഡൈസ് ഓഫ് മൈ ചൈൽഡ്ഹുഡ്. എൻ്റെ കുട്ടിക്കാലത്ത്, എൻ്റെ ചെറുപ്പകാലത്തെ ഒരു സ്വർഗം പോലെയാണ് എനിക്ക് തോന്നിയിരുന്നത്. പാരഡൈസ് എന്ന് പറയുന്നത് എന്താ, ഒരു കൊട്ടാരം അല്ലേ, സ്വർഗീയമായിട്ടുള്ള ഒരു കൊട്ടാരം പോലെ എന്ത് ചെയ്തിരുന്നു, തോന്നിയിരുന്നു പറയുന്നത്. ഓക്കെ, സ്വർഗീയമായ ഒരു കൊട്ടാരത്തെ പോലെ ഇപ്പോഴും ഹെലൻ കെല്ലർ ഓർക്കുന്ന ആ കാര്യമാണ് പറഞ്ഞത്. ഹോംസ്റ്റെഡും അതുപോലെ തന്നെ ഹെലൻ കെല്ലർ ജീവിച്ചിരുന്ന ആ ചെറിയ കുടിലൊക്കെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നെടുത്ത ആ പാസേജുകൾ നന്നായിട്ടൊന്ന് വായിച്ചു നോക്കണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് മനസ്സിലായാലും എല്ലാവർക്കും. ഇന്ന് നമ്മൾ 3 പാസേജ് ഇപ്പോൾ എടുത്തു അല്ലേ. അപ്പോൾ ഹെലൻ കെല്ലറുടെ ഫാമിലിയെ കുറിച്ച് പറഞ്ഞു, അതുപോലെ തന്നെ ഹെലൻ കെല്ലർ താമസിച്ചിരുന്ന സ്ഥലത്തെക്കുറിച്ചുമാണ്. മനോഹരമായ പൂക്കളും അതുപോലെ തന്നെ ചെടികളും കൊണ്ട് ഒരു പാരഡൈസ് പോലെ ആയിരുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, താങ്ക് യു, ബൈ.